ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഇന്നത്തെ ഇന്ത്യയിലും പാകിസ്ഥാനിലുമായിട്ട് നിലനിന്നിരുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും പുരാതനമായ സംസ്കാരങ്ങളിൽ ഒന്നാണ് സിന്ധു നദീതട സംസ്കാരം എന്നുള്ളത് നമുക്കറിയാം. ഇൻഡസ് വാലി സിവിലൈസേഷൻ ഏകദേശം BC 3300 മുതൽ നിലനിന്നിട്ടുള്ള ഒരു സംസ്കാരമാണ് ഇത്. എന്ന് വെച്ചാൽ 5300 വർഷത്തിലേറെ പഴക്കമുള്ള ഒരു സംസ്കാരമാണ്. ഈ ഒരു സിന്ധു നദീതട സംസ്കാരം ഏകദേശം BC 1500 വരെയെങ്കിലും നിലനിന്നിട്ടുണ്ടാകണമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. അപ്പൊ ഇതേ കാലഘട്ടത്തിൽ ഈ ഒരു BC 3300-നും 1500 BC 1500-നും ഇടയിൽ തന്നെയാണ് വേദ കാലഘട്ടവും ഉണ്ടായിരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഋഗ്വേദം രചിക്കപ്പെട്ട കാലഘട്ടം അതാണ്. സോ സിന്ധു നദീതട നാഗരികതയും അതുപോലെ തന്നെ വേദ കാലഘട്ടവും ഒക്കെ ഏതാണ്ട് അടുത്തടുത്ത കാലഘട്ടങ്ങളോ ഏതാണ്ട് സമാനമായ രീതിയിൽ ഉണ്ടായിരുന്ന കാലഘട്ടങ്ങളോ ആയിരിക്കാം. ഈ ഋഗ്വേദത്തിൽ പറയുന്ന സരസ്വതി നദി യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്ന നദിയാണെന്ന് ഈ അടുത്തിടെ ശാസ്ത്രീയമായി തന്നെ തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല 4500 വർഷം പഴക്കമുള്ള സരസ്വതി നദിക്ക് സമീപത്തായിട്ട് നിലനിന്നിരുന്നു എന്ന് കരുതപ്പെടുന്ന വളരെ പുരാതനമായ സംസ്കാരത്തിന്റെ അവശേഷിപ്പുകൾ രാജസ്ഥാനിൽ നിന്ന് ഈ അടുത്തിടെ കണ്ടെത്തുകയും ഉണ്ടായി. അപ്പൊ ഇങ്ങനെ ഇന്ത്യൻ കൾച്ചറുമായി ബന്ധപ്പെട്ട് ഒരുപാട് കണ്ടെത്തലുകൾ ഉണ്ടാകുമ്പോഴൊക്കെ ഈ ഇന്ത്യ വിരുദ്ധരായിട്ടുള്ള ആളുകൾ എപ്പോഴും പറയാൻ ശ്രമിക്കുന്നത് ഇതൊന്നും ഇന്ത്യക്കാരല്ല, ഇത് ആര്യന്മാരാണ്, അല്ലെങ്കിൽ വേറെ ആരൊക്കെയോ വന്ന് ഇവിടെ ഉണ്ടായിരുന്ന ഒരു സംസ്കാരമാണ്. ഇന്ത്യൻസ് അങ്ങനെയൊന്നും അല്ല, ഇന്ത്യൻ കൾച്ചറുമായിട്ട് അതിന് വലിയ ബന്ധമൊന്നുമില്ല. സവിശേഷമായിട്ട് പറയുകയാണെങ്കിൽ ഇന്നത്തെ ഇന്ത്യൻ കൾച്ചറുമായിട്ട് അതിന് ഒരു ബന്ധവുമില്ല എന്ന് വരുത്തി തീർക്കാൻ ബോധപൂർവം ശ്രമിക്കാറുണ്ട്. ഇപ്പൊ നമ്മുടെ തമിഴ്നാട്ടിൽ നിന്ന് പുരാതന സംസ്കാരങ്ങളുടെ അവശിഷ്ടം കിട്ടുമ്പോൾ അവിടെ നിന്ന് ഹിന്ദുക്കളുടെ വിഗ്രഹങ്ങളൊന്നും കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ ഹിന്ദു കൾച്ചറിന്റെ തെളിവുകളൊന്നും അവിടെ അവശേഷിക്കുന്നില്ല, ക്ഷേത്രങ്ങളുടെ തെളിവുകളൊന്നും ഇല്ല എന്നൊക്കെ സ്റ്റാലിൻ പലപ്പോഴും പറയാറുണ്ട്. അതായത് തമിഴ് സംസ്കാരം ഇന്ത്യയുടെ ആകെ കൾച്ചറിൽ നിന്ന് ഡിഫറെന്റ് ആണ് എന്ന് കാണിക്കാനായിട്ടുള്ള ഒരു വ്യഗ്രതയാണ് എപ്പോഴും DMK എന്ന് പറയുന്ന പൊളിറ്റിക്കൽ പാർട്ടിയൊക്കെ കാണിക്കാറുള്ളത്. സാധാരണ രീതിയിൽ ഇതെല്ലാം തന്നെ വിശ്വാസവും മതവുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ മതത്തെ നമുക്ക് ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് മാറ്റിവെക്കാം. ക്ഷേത്രങ്ങളുടെ അവശിഷ്ടങ്ങൾ അല്ലെങ്കിൽ പുരാതനമായ ആരാധനാ സമ്പ്രദായങ്ങളുടെയോ വിഗ്രഹങ്ങളുടെയോ ഒക്കെ തെളിവുകൾ എന്ന് പറയുന്നത് ശരിക്കും ഇന്ത്യയുടെ മതം എന്നത് മാറ്റി നിർത്തി ചിന്തിച്ചാൽ ഇന്ത്യൻ കൾച്ചറുമായി ബന്ധപ്പെട്ടതാണ്. ഈ വിദേശികൾ, പ്രത്യേകിച്ച് ഈ കോളനി ഭരണ കാലഘട്ടത്തിൽ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ പറഞ്ഞു പരത്താൻ ശ്രമിച്ചൊരു നരേറ്റീവ് എന്ന് പറയുന്നത് ഇന്ത്യക്കാര് വളരെ അപരിഷ്കൃതരായിട്ടുള്ള മനുഷ്യരാണ്, ഇന്ത്യക്കാർക്ക് അങ്ങനെ വലിയ നോളജ് ഒന്നുമില്ല, ശരിക്കും ബ്രിട്ടീഷുകാർ വന്നതുകൊണ്ടാണ് നിങ്ങൾ ശരിക്കും ഒരു നല്ലൊരു സിവിലൈസേഷനായിട്ട് മാറാൻ തുടങ്ങുന്നത്, വളരെ മോശമായിട്ടുള്ള അവസ്ഥയിൽ കഴിയുന്ന ആൾക്കാരാണ് നിങ്ങൾ, ഞങ്ങളാണ് നിങ്ങളെ അങ്ങ് വലിയ പുരോഗമന മനുഷ്യരാക്കി മാറ്റിയത് എന്നുള്ളൊരു നരേറ്റീവായിരുന്നു അവർ പറയാൻ ശ്രമിച്ചത്. അതുകൊണ്ടാണ് ഈ സംസ്കൃതം പോലും ഒരു ഇൻഡോ യൂറോപ്യൻ ലാംഗ്വേജ് ആണ് എന്ന നരേറ്റീവ് പോലും ഉണ്ടാക്കിയത്. ഇന്ത്യയിൽ രൂപം കൊണ്ട വളരെ പുരാതനമായ ഭാഷകളിൽ പെടുന്നതാണ് ഇന്നത്തെ സംസ്കൃതം, അല്ലെങ്കിൽ വേദിക് കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന ആദി കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന സംസ്കൃതം എന്ന് പറയുന്നത്. അതുപോലെ പുരാതന കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന തമിഴ്, ഇന്നത്തെ തമിഴും പഴയകാല തമിഴും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെ ഇന്നത്തെ സംസ്കൃതവും വേദിക് കാലഘട്ടത്തിലെ സംസ്കൃതവും തമ്മിലും കുറേയേറെ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ വളരെ പുരാതനമായ രണ്ട് ഭാഷകൾ ഇന്ത്യയിൽ രൂപം കൊണ്ടു. ഇപ്പോൾ ഇതുപോലെ ലോകത്തെ പല രാജ്യങ്ങളിലും പല പ്രദേശങ്ങളിലും ഭാഷകൾ രൂപം കൊണ്ടിട്ടുണ്ട്. പക്ഷെ അതൊക്കെ അവരവരുടെ മിടുക്ക് കൊണ്ടുണ്ടായതാണ്. ഇന്ത്യയിലെ ഈ സംസ്കൃതം ഉൾപ്പെടെയുള്ള രൂപം കൊണ്ടിട്ടുള്ള ഇന്ത്യൻ ഭാഷകൾ എന്ന് പറയുന്നത് ഇൻഡോ ആര്യൻ അല്ലെങ്കിൽ ഇൻഡോ യൂറോപ്യൻ ഭാഷയാണ് എന്ന ഒരു നരേറ്റീവ് പോലും സൃഷ്ടിച്ചത് അതെല്ലാം ഞങ്ങളുടെ ആളുകൾ വന്നിട്ട് ഇവിടെ ഉണ്ടായതാണ് എന്നുള്ള സായിപ്പന്മാരുടെ ഒരു ചിന്താഗതിയാണ്. തമിഴിന്റെ കാര്യത്തിൽ മാത്രം അത് നടക്കാത്തത്, തമിഴ് കുറെ കൂടെ ഇങ്ങ് സൗത്തിൽ വരുന്ന ഒരു പ്രദേശമാണല്ലോ തമിഴ് എന്ന് പറയുമ്പോൾ നമ്മുടെ കേരളം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ. അപ്പൊ അതുകൊണ്ടാണ് അവിടെ അത് വർക്കാവാത്തത്. സംസ്കൃതത്തിന്റെ കാര്യത്തിൽ അവർ അങ്ങനെ ഒരു നരേറ്റീവ് സൃഷ്ടിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. സോ ഇതിന്റെ എല്ലാം കാരണം ഇന്ത്യക്ക് തനതായ ഒരു കൾച്ചർ ഇല്ല, ഇന്ത്യക്കാർക്ക് ഒരു സംസ്കാരമില്ല. ഇന്ത്യക്കാരെന്ന് പറയുന്നത് ശരിക്കും അങ്ങ് യൂറോപ്പിൽ നിന്ന് വന്നവരും ആഫ്രിക്കയിൽ നിന്ന് വന്നവരും അല്ലെങ്കിൽ സെൻട്രൽ ഏഷ്യയിൽ നിന്ന് വന്നതും മിഡിൽ ഈസ്റ്റിൽ നിന്ന് വന്നതും ഒക്കെ ആയിട്ടുള്ള കുറെ ആളുകളൊക്കെ ഇന്ത്യയിൽ വന്ന് അങ്ങ് താമസിക്കുകയാണ്. അവരുടെ സംസ്കാരമാണ് ഇന്ത്യക്കാരുടെ സംസ്കാരം എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ബോധപൂർവമായ ശ്രമം ബ്രിട്ടീഷ് കാലഘട്ടം മുതൽ തന്നെ നടന്നു വരുന്നുണ്ടായിരുന്നു. ഇവിടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം, നമ്മൾ ഇന്ന് വരെ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ അനുസരിച്ചാണെങ്കിൽ ആഫ്രിക്കയിൽ നിന്നാണ് മനുഷ്യൻ പല പ്രദേശങ്ങളിലേക്കും സഞ്ചരിച്ചു പോയിരിക്കുന്നത്. അവർ യൂറോപ്പിലേക്ക് എത്തിയിട്ടുണ്ട്, അവർ മിഡിൽ ഈസ്റ്റിലേക്ക് വന്നിട്ടുണ്ട്, ഇന്ത്യയിലേക്ക് വന്നിട്ടുണ്ട്, സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലേക്ക് പോയിട്ടുണ്ട്, സെൻട്രൽ ഏഷ്യയിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ആഫ്രിക്കയിൽ നിന്നാണ് മനുഷ്യർ അങ്ങനെയാണെങ്കിൽ പലയിടങ്ങളിലേക്ക് പോയത്. അങ്ങനെ പോയ മനുഷ്യർ പല സ്ഥലങ്ങളിലും പല സംസ്കാരങ്ങളായിട്ട് മാറിയിട്ടുണ്ട്. പക്ഷെ യൂറോപ്യൻസ് എപ്പോഴും പറയുന്ന കേട്ടാ തോന്നും ബാക്കിയുള്ള സ്ഥലങ്ങളിലെല്ലാം മനുഷ്യർ ഭൂമിയിൽ നിന്ന് അവിടെ അങ്ങ് പൊട്ടി മുളച്ചു വന്നു, എന്നിട്ട് അവരെല്ലാവരും കൂടി അങ്ങ് നേരെ കൂട്ടത്തോടെ ഇന്ത്യയിലോട്ട് വന്നിട്ട് ഇന്ത്യ അങ്ങ് ഉദ്ധരിച്ചതാണെന്നാണ് പലപ്പോഴും ഇവർ പറയാറുള്ളത്.
അപ്പൊ അതുകൊണ്ട് തന്നെ ഏതൊരു കണ്ടെത്തൽ നടന്നാലും എപ്പോഴും അതിനെ ഇതിന് ഇന്ത്യൻ സംസ്കാരമായിട്ട് ബന്ധമൊന്നുമില്ല, ഇത് വേറെ എന്ന് പറഞ്ഞിട്ട് അവരതിനെ എപ്പോഴും തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് ഈ ആര്യൻ അധിനിവേശ തിയറിയൊക്കെ ഉണ്ടാവുന്നത്. അതെല്ലാം തെറ്റാണെന്ന് സമീപകാലത്ത് തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ടും ആര്യൻ അധിനിവേശ തിയറി ചിലർ ബോധപൂർവം തന്നെ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ഇനി നമ്മുടെ സിന്ധു നദീതട സംസ്കാരത്തിന്റെ കാര്യത്തിലേക്ക് വന്നാൽ, നിലവിൽ നിലനിൽക്കുന്ന ഇന്ത്യൻ കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് തെളിവാണ് അതിൽ നിന്ന് കിട്ടിയിട്ടുള്ളത് എന്ന് വരും. അപ്പോൾ നമുക്കറിയാവുന്ന കുറച്ച് തെളിവുകൾ എന്ന് പറയുന്നത്, ഒന്ന്, ഇന്ന് വരെ മനുഷ്യർ കണ്ടെത്തിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും പുരാതനമായ യോഗിയുടെ ഒരു സീലാണ്. ഈ സീൽ എന്ന് പറയുന്നത് പശുപതി സീലാണ്. ഒരെണ്ണമല്ല, പലതും അവിടെ നിന്ന് സമാനമായ സീലുകൾ കണ്ടെത്തിയിട്ടുണ്ട്. പശുപതി സീല് അവിടെ നിന്ന് നമുക്ക് കണ്ടെത്തിയിട്ടുണ്ട്. ഈ പശുപതി എന്ന് പറയുന്നത് ശിവന്റെ മറ്റൊരു പേരാണ്. അപ്പൊ സമീപത്തായിട്ട് ആനിമൽസ് ഒക്കെ നിൽക്കുന്നതായിട്ട് കാണാം. ഒരു യോഗിയുടെ പൊസിഷനിലാണ് ആ ഒരു ഇമേജിൽ നമുക്ക് അദ്ദേഹത്തെ കാണാൻ കഴിയുന്നത്. പക്ഷെ അവിടെ ഉടനെ തന്നെ പറഞ്ഞു, ശിവൻ എന്ന് പറയുമ്പോൾ കഴുത്തില് ഒരു നാഗമൊക്കെ ഉള്ള ആളാണല്ലോ ശിവൻ, അപ്പോൾ പിന്നെ അതിൽ പാമ്പിനെ കാണുന്നില്ലല്ലോ, പാമ്പ് എവിടെ പോയി, അപ്പൊ അത് ശിവനൊന്നും അല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഉടനെ തന്നെ അതിനെ കൗണ്ടർ ചെയ്യാനും ആളുകൾ തുടങ്ങി. ഈ പശുപതി എന്ന് പറയുന്നത് ശിവന്റെ ഒരു അവതാരമാണ്. സംസ്കൃതത്തിൽ ഇതിനെക്കുറിച്ച് ധാരാളം എവിഡൻസ് നമുക്ക് കാണാൻ കഴിയും. എന്തിനേറെ പറയുന്നു, ഈ നേപ്പാളിലടക്കം പശുപതിനാഥ് എന്നറിയപ്പെടുന്ന ശിവനെ വളരെയധികം ആരാധിച്ചു വരുന്നു. ശൈവർ അല്ലെങ്കിൽ ശിവനെ ആരാധിക്കുന്നവരാണ് പശുപതിയെ ഏറെ ആരാധിക്കുന്നതായിട്ട് കണ്ടിട്ടുള്ളത്. ഇവിടെ നമുക്ക് ഇൻഡസ് വാലി സിവിലൈസേഷനിൽ നിന്ന് കിട്ടിയിട്ടുള്ള തെളിവുകൾ പരിശോധിക്കുകയാണെങ്കിൽ, പശുപതി എന്ന് പറയുന്ന ശിവന്റെ ആ ഒരു രൂപം, ആ ഒരു ഇമേജിലേക്ക് ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. അത് 5 മുഖങ്ങൾ ഉള്ളതായിട്ട് തന്നെയാണ്. നമ്മൾ നേരിട്ട് നോക്കുമ്പോൾ ഏകദേശം 3 മുഖങ്ങൾ നമുക്ക് തന്നെ കാണാൻ കഴിയുന്നുണ്ട്. ഈ പുരാണങ്ങളിലൊക്കെ പറയുന്ന പശുപതി അല്ലെങ്കിൽ മൃഗങ്ങളുടെ അധിപൻ എന്ന് പറയുന്ന ശിവന്റെ അവതാരം 5 മുഖങ്ങൾ ഉള്ളതായിട്ടാണ് പറയുന്നത്. 5 മുഖങ്ങളിൽ ഇപ്പൊ ഈ ഒരു സീൽ പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്ന എന്താണ്, യോഗയുടെ ആ ഒരു പൊസിഷനിൽ, യോഗിക് പൊസിഷനിൽ മുന്നിലേക്ക് നോക്കിയിരിക്കുന്ന പശുപതിയുടെ രൂപമാണ് നമ്മൾ അവിടെ കാണുന്നത്. അപ്പൊ ഇത് ഉണ്ടാക്കിയ കലാകാരൻ ഇമാജിൻ ചെയ്യുന്നത് എങ്ങനെയാണ്, പശുപതി നമ്മളെ നോക്കി മുമ്പിലേക്ക് നോക്കിയിരിക്കുന്നു, സമീപത്തായിട്ട് മൃഗങ്ങൾ നിൽക്കുന്നു. അപ്പൊ സ്വാഭാവികമായിട്ട് ഒരു മുഖം സ്ട്രെയിറ്റ് ആയിട്ട് നമുക്ക് സെൻട്രലിൽ കാണാൻ കഴിയും. 2 മുഖങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മതി, മൂക്കൊക്കെ നമുക്ക് കൃത്യമായിട്ട് തന്നെ, ലിപ്സും മൂക്കും ഒക്കെ നമുക്ക് കാണാം. ഇത് തർക്ക വിഷയമാണ് കേട്ടോ. അങ്ങനെ അല്ലെന്ന് പറയുന്ന ആൾക്കാരുമുണ്ട്. ആ കിരീടത്തിന്റെ ബാക്കി ഭാഗമാണെന്നൊക്കെ പറയുന്ന അതിനെ തർക്കിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ഒരുപാട് ചരിത്രകാരന്മാർ വിശ്വസിക്കുന്നത് അത് 2 മുഖങ്ങളാണെന്ന് തന്നെയാണ്. സോ നമുക്ക് കാണാവുന്ന രീതിയിൽ ആ 2 മുഖങ്ങളാണ്. പുറകിലായിരിക്കാം ബാക്കി 2 മുഖങ്ങൾ വരിക. അങ്ങനെയെങ്കിൽ 5 മുഖമുള്ള പശുപതി. സ്വാഭാവികമായിട്ട് അങ്ങനെയാണ്. ഇത് രാവണന്റെ കോൺസെപ്റ്റിൽ നമ്മൾ ചിന്തിക്കരുത്. 5 തല ഇങ്ങനെ അടുക്കി വെക്കുന്ന പോലെ അല്ല പശുപതിയുടെ കാര്യത്തിൽ പറയുന്നത്. മാത്രമല്ല, ഇതെല്ലാം തന്നെ ഓരോ കലാകാരന്മാരുടെയും ഭാവന കൂടിയാണ്. ഭാവന ഇതിൽ വളരെ പ്രധാനമാണ്. അതുകൊണ്ടാണ് ഈ ഒരു ചിത്രത്തിനകത്ത് നമുക്ക് ശിവന്റെ കഴുത്തിൽ നാഗത്തെ കാണാൻ കഴിയാത്തത്. ഏകദേശം 5000 വർഷം മുമ്പുള്ള ഒരു ഇമേജ് ആണെന്ന് കൂടി മനസ്സിലാക്കണം. ഇനി അഥവാ എന്തെങ്കിലും ഒരു നാഗത്തിന്റെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നെങ്കിൽ തന്നെ അതൊന്നും തന്നെ കേടുപാട് കൂടാതെ കിട്ടാനുള്ള ഒരു സാധ്യതയുമില്ല. കാരണം അത്രയേറെ ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ളതാണിത്. പശുപതി സീലുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചരിത്രകാരന്മാർക്കിടയിൽ സംശയമുള്ള മറ്റൊരു കാര്യമാണ്, സാധാരണ രീതിയിൽ നിങ്ങൾ ബാക്കിയുള്ള സമീപത്തുള്ള എല്ലാ ഇമേജുകളും ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. ഇപ്പോൾ അടുത്ത് കാണുന്ന കടുവയായിക്കോട്ടെ അല്ലെങ്കിൽ ആന ആയിക്കോട്ടെ, കാണുന്ന എല്ലാ മൃഗങ്ങളുടെയും കഴുത്തും ഉടലും തമ്മിൽ ചേർന്ന് തന്നെയാണ് ഇരിക്കുന്നത്. പക്ഷേ ഇവിടെ ശിവന്റെ പശുപതി സീലിൽ മാത്രം, ഈ ഒരു ഇമേജിൽ മാത്രം ആ ഒരു കഴുത്തും ഉടലും തമ്മിൽ ഒരു ഗ്യാപ്പ് ഉള്ളതായിട്ട് നമുക്ക് കാണാം. ഒന്നുകിൽ എന്തെങ്കിലും ഒരു ഓർണമെന്റ് അവിടെ ഉണ്ടായിരുന്നിരിക്കാം, അല്ലെങ്കിൽ ഒരു പക്ഷേ ശിവന്റെ കഴുത്തിൽ ഉണ്ടായിരുന്നത് പോലെ ഒരു നാഗം ഇതിൽ ഉണ്ടായിരുന്നിരിക്കാം. കാലക്രമേണ എന്തെങ്കിലും കാരണവശാൽ നഷ്ടപ്പെട്ടു പോവുകയോ കേടുപാട് സംഭവിച്ചതോ ഒക്കെ ആകാം. അതൊരു പോസിബിലിറ്റി മാത്രമാണ്. ചിലപ്പോൾ അങ്ങനെ ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. അതിന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ആ കാലത്ത് നമ്മൾ പിൽക്കാലത്ത് ശിവനെ ആരാധിച്ച രീതിയിലായിരിക്കില്ല മനുഷ്യർ ആരാധിച്ചിട്ടുണ്ടാവുക. ശിവന് തന്നെ എത്രയോ പേരുകളുണ്ട്, എത്രയോ അവതാരങ്ങളുണ്ട്. പല രീതിയിലാണ് പല വിശ്വാസങ്ങളിലും പല സ്ഥലങ്ങളിലും ശിവനെ ആരാധിച്ചിട്ടുള്ളത്. ഒരുപാട് സ്ഥലങ്ങളിൽ ശിവലിംഗമാണ് ആരാധിച്ചിട്ടുള്ളത്. എന്നാൽ ആദ്യകാലങ്ങളിൽ ഒരു രൂപമില്ലാതെയും ശിവനെ ആരാധിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഈ വേദകാലഘട്ടത്തിൽ പ്രത്യേകിച്ച് രൂപങ്ങളൊന്നും തന്നെ നൽകിയിരുന്നില്ല എന്നതും കാണാൻ കഴിയും ഈ ദൈവങ്ങൾക്കൊന്നും തന്നെ. അപ്പൊ അതുകൊണ്ട് തന്നെ രൂപമില്ലാതെയും ദൈവത്തെ ആരാധിച്ചിരുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു ഹിന്ദു കൾച്ചറിനകത്ത്. അതുപോലെ തന്നെ ഇതിനകത്ത് മനഃപൂർവ്വം അധികം ചർച്ചയാക്കാതെ പോകുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. നമ്മൾ ഇൻഡസ് വാലി സിവിലൈസേഷന്റെ ഏത് പേജ് എടുത്ത് പോയാലും നമുക്ക് അവിടെ ഒരു ശിവലിംഗത്തെ കുറിച്ചുള്ള ഒരു റെഫറൻസും കാണാൻ പറ്റില്ല. എന്നാൽ നമ്മൾ ഡീപ്പായിട്ട് ഈ ഇൻഡസ് വാലി സിവിലൈസേഷനെ കുറിച്ചും ഹാരപ്പൻ സിവിലൈസേഷനെ കുറിച്ചും ഒക്കെ നമ്മൾ പഠിക്കുകയാണെങ്കിൽ നിരവധി ശിവലിംഗങ്ങളും ഈ ഒരു സിവിലൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട് ലഭിച്ചിട്ടുണ്ട്. ഇപ്പൊ ഈ കാണുന്നത് തന്നെ ഒരു സ്റ്റോൺ
ടെറാക്കോട്ട ഒരു ലിംഗം ലൈക്ക് ഒബ്ജക്റ്റ് ആണ്. ഇതിന് വേണമെന്നുണ്ടെങ്കിൽ ശിവലിംഗം അല്ല എന്ന് വേണമെങ്കിൽ തർക്കിക്കാം. ആ തർക്കം തന്നെയാണ് വിദേശികൾ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇത് എവിടെ നിന്ന് കിട്ടി? ഇന്ത്യയിൽ നിന്നാണ് കിട്ടുന്നത്. ഇൻഡസ് വാലി സിവിലൈസേഷന്റെയും ഹാരപ്പൻ സിവിലൈസേഷന്റെയും ഭാഗമായിട്ടാണ് കിട്ടുന്നത്. സോ ഇതേ ഒബ്ജക്റ്റുകൾ എക്സാക്ട് ഇപ്പൊ പശുപതി സീല് ഇതൊന്നും വേറെ സിവിലൈസേഷനുകളിൽ നമുക്ക് കാണാൻ പറ്റില്ല. ആ ഒരു യോഗിയുടെ പൊസിഷനിൽ ഇരിക്കുന്ന ആ ഒരു ഇമേജ്, ഇതെല്ലാം ഇന്ത്യൻ ഫിലോസഫിയും ഇന്ത്യൻ കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. സ്വാഭാവികമായിട്ടും ഇത് ഇന്ത്യൻ കൾച്ചറുമായിട്ട് റിലേറ്റഡ് ആണെന്നുള്ളത് ആർക്കും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ വെറുതെ തൊടിന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് അത് അംഗീകരിക്കാതെ നിൽക്കുക എന്നുള്ളതാണ് പൊതുവെ കണ്ടുവരുന്ന ഒരു കാര്യം. ഇപ്പൊ ഈ ഒരു ഒബ്ജക്റ്റ് തന്നെ ഇപ്പൊ ശിവലിംഗം എന്നൊക്കെ പറയുന്ന ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. നമ്മൾ സംസാരിക്കുന്ന 4000-5000 വർഷം മുമ്പത്തെ കാലഘട്ടത്തെ കുറിച്ചാണ്. അന്നത്തെ വാസ്തുവിദ്യ, അന്നത്തെ മനുഷ്യരുടെ വിശ്വാസങ്ങൾ, അന്നത്തെ നമ്മുടെ സിവിലൈസേഷനിലുള്ള ആൾക്കാരുടെ ചിന്തകളൊക്കെ പിൽക്കാലത്ത് വന്നതിൽ നിന്ന് ഒരുപാട് ഡിഫറെന്റ് ആണ്. സോ നമ്മൾ ആ രീതിയിൽ വേണം ഇതിനെയൊക്കെ കാണാൻ. ഇന്ന് നമ്മൾ കാണുന്ന ശിവലിംഗവുമായിട്ട് അതിന് ബന്ധമില്ല, അല്ലെങ്കിൽ ഇന്ന് വരച്ചു വയ്ക്കുന്ന ശിവനുമായിട്ട് അതിന് ബന്ധമില്ല എന്ന് പറയുമ്പോൾ അത് വളരെ വിരോധാഭാസമാണ്. അന്നത്തെ കാലഘട്ടത്തിൽ അതൊരു വലിയ സിവിലൈസേഷന്റെ തുടർച്ചയിലാണ് നമ്മൾ ഇവിടെ എത്തി നിൽക്കുന്നത്. ഇതിനെ മതപരമായി കാണേണ്ട കാര്യമില്ല. ദൈവമുണ്ടോ ഇല്ലയോ, അല്ലെങ്കിൽ 4000 വർഷമാണോ മുമ്പാണോ ഉണ്ടായത്, 10000 വർഷം മുമ്പാണോ എന്നൊന്നും നമ്മൾ അന്വേഷിക്കാൻ ഇപ്പൊ നിൽക്കേണ്ട കാര്യമില്ല. മനുഷ്യനുണ്ടായിട്ട് എന്തായാലും ആയിരക്കണക്കിന് 10000കണക്കിന് വർഷങ്ങളായിട്ടുണ്ട് മനുഷ്യരുണ്ടായിട്ട്. അപ്പോൾ ദൈവം എന്നോ വരട്ടെ. പക്ഷെ നമ്മുടെ ഇന്ത്യൻ സിവിലൈസേഷൻ ഇത്രയും പഴക്കം ചെന്നതാണ് എന്നത് ഉൾക്കൊള്ളാനുള്ള വിദേശീയരുടെ ഒരു മനസ്സില്ലായ്മയാണ്, അല്ലെങ്കിൽ വിമുഖതയാണ്. ഇതൊന്നും അല്ല, ഇതൊന്നും ശരിയല്ല, ഇത് അങ്ങനെയല്ല, മറിച്ച് ഇങ്ങനെ ആയിരിക്കും എന്നുള്ള ന്യായങ്ങൾ അവർ പറയുന്നത്. ഹാരപ്പ, മോഹൻജദാരോ പോലുള്ള സൈറ്റുകളിൽ നിന്ന് ശിവലിംഗവുമായിട്ട് സാദൃശ്യമുള്ള നിരവധി ഒബ്ജക്റ്റുകൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. പക്ഷേ ഇത്തരം ഇന്ത്യയുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒബ്ജക്റ്റുകൾ ഈവൻ വിക്കിപീഡിയ പേജിൽ പോലും പലപ്പോഴും കാണിക്കാറില്ല. നിങ്ങളിപ്പോൾ ഇൻഡസ് വാലി സിവിലൈസേഷന്റെയോ അല്ലെങ്കിൽ മോഹൻജദാരോ എന്നോ ഹാരപ്പയോ എന്നോ ഒക്കെ അടിച്ചു പോയി നോക്കുമ്പോൾ വലിയ പാടാണ് ഇത് കണ്ടുപിടിക്കാൻ. ഇതിനെയൊക്കെ തന്നെ പൊതുസമൂഹത്തിൽ നിന്ന് ഒളിച്ചു വെച്ചിരിക്കുന്നത് പോലെയാണ്. ഇപ്പോൾ ഒരു ശിവലിംഗ ആകൃതിയിലുള്ള എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇത് ശിവലിംഗം ഒന്നുമല്ല, ഇത് വേറെന്തോ ആണ് എന്ന് പറഞ്ഞ് അതിനെ ഉടനെ അവര് മാറ്റി തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ഇപ്പോൾ ശിവലിംഗത്തിന്റെ ഒരു ചരിത്രം എടുത്ത് ആന്ധ്രാപ്രദേശിൽ ഒരു പുരാതനമായ ക്ഷേത്രമുണ്ട്. അവിടുത്തെ ശിവലിംഗം എന്ന് പറയുന്നത് ഇന്ന് നമ്മൾ കാണുന്ന നോർമൽ ശിവലിംഗങ്ങളിൽ നിന്ന് വളരെ ഡിഫറെന്റ് ആണ്. എനിക്ക് അതെടുത്ത് ഇവിടെ ഇമേജ് വെച്ച് കാണിക്കാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു സാഹചര്യമുണ്ട്. അപ്പൊ ഞാൻ ഇതിനെ മതപരമായിട്ടല്ല പറയുന്നത്. ഇന്ത്യക്കാർക്ക് ഒരു ചരിത്രമില്ല, അല്ലെങ്കിൽ ഇന്ത്യക്കാര് പല സ്ഥലങ്ങളിൽ നിന്ന് കുടിയേറി വന്നവരാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നവരോടാണ് നമ്മുടെ അഭിപ്രായ വ്യത്യാസമുള്ളത്. നമ്മുടേത് വളരെ തുടർച്ചയായിട്ട് തന്നെ നൂറ്റാണ്ടുകളോ അല്ലെങ്കിൽ പതിറ്റാണ്ടുകളോ അല്ല, ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് തുടർച്ചയായിട്ട് നിലനിൽക്കുന്ന ഒരു ലോങ് ആയിട്ടുള്ള സിവിലൈസേഷന്റെ ഭാഗമാണ് ഇന്നത്തെ ഇന്ത്യൻസ്. നമ്മൾ അങ്ങനെ അല്ല, നമ്മൾ മറ്റവരെ പോലെയാണ്, മറിച്ചവരെ പോലെയാണ്, നമ്മൾ മിക്സായി പോയി, നമ്മൾ അവിടെ നിന്ന് വന്നെയാണ്, ഇവിടെ നിന്ന് വന്നെയാണെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അസ്തിത്വത്തെ ഇല്ലാതാക്കാനാണ് മറ്റൊരു വലിയ വിഭാഗം മനുഷ്യർ ശ്രമിക്കുന്നത്. അപ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന കോണ്ടിനെന്റിൽ മാത്രമല്ലെന്നേ, ലോകത്തെ എല്ലായിടത്തും മനുഷ്യർ അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ആയിട്ടുണ്ട്. ഇപ്പൊ എല്ലാവരുടെയും ഒറിജിൻ നമ്മൾ ഇന്ന് അറിഞ്ഞിരിക്കുന്നിടത്തോളം അത് ആഫ്രിക്ക എന്നൊക്കെയാണല്ലോ. അപ്പോൾ പിന്നെ എല്ലാ മനുഷ്യരും പരസ്പരം മിക്സ് ആയിട്ടുണ്ട്. പക്ഷേ അതുകൊണ്ട് ഈ നാട്ടിലുണ്ടായ, ഇവിടെ രൂപപ്പെട്ട സംസ്കാരവും ഇവിടെ നിന്ന് ഉത്ഭവിച്ച കൾച്ചറും നമ്മുടേതല്ല, അത് മറ്റവർ കൊണ്ടുതന്നാണെന്ന് പറയുന്ന പരിപാടി അത് കോളനിവൽക്കരണ കാലഘട്ടത്തിൽ നിലനിന്നതാണ്. അത് മതം മാറ്റ ലോബികൾ നമ്മുടെ ഐഡന്റിറ്റി അല്ലെങ്കിൽ നമ്മൾ ഒന്നുമല്ല എന്ന് വരുത്തി തീർക്കാനായിട്ട് അവർ പ്രചരിപ്പിച്ച വ്യാജ കഥകളാണ്. ഇന്ത്യൻ സിവിലൈസേഷൻ എന്ന് പറയുന്നത് ഇന്ന് ലോകം അംഗീകരിക്കുന്നുണ്ട്, അതിനകത്ത് തർക്കമൊന്നുമില്ല. ഏറ്റവും ദീർഘകാലമായിട്ട് തുടർച്ചയായിട്ട് നിലനിൽക്കുന്ന ഒരു സിവിലൈസേഷനാണ്. ഈജിപ്റ്റ് തകർന്നു, സുമേറിയൻ സംസ്കാരം തകർന്നു, മെസപ്പൊട്ടോമിയൻ സംസ്കാരം തകർന്നു. നമ്മുടെ പുരാതന കാലഘട്ടത്തിന് അതിനോട് ചേർന്ന് നിലനിന്നിരുന്ന പല സംസ്കാരങ്ങളും ഇന്ന് നാമാവിശേഷമായി. രാജ്യങ്ങൾ പല പേരിൽ നിന്ന് നിലനിൽക്കുന്നുണ്ട്, അതിൻ്റെയൊക്കെ അവശേഷിപ്പുകൾ നിലനിൽക്കുന്നുണ്ട്. പക്ഷെ അതിനൊന്നും കണ്ടിന്യൂറ്റി ഇല്ല. ഇന്ത്യയുടെ കാര്യത്തിൽ വരുമ്പോൾ ഇന്ത്യൻ കൾച്ചറിന് ഒരു തുടർച്ചയുണ്ട്. ആ തുടർച്ച ഇല്ലാതാക്കുക എന്നുള്ളതാണ് വിദേശികൾ കഴിഞ്ഞ കുറെ കാലമായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.